MI Citra 2 മില്ലി, ഓക്കെ. MI Citra 2 മില്ലി, MI Guru 2 മില്ലി, CCD ഷേക്കാണ്. MI സ്പ്രേ പ്ലസ് 1/2 മില്ലിയാണ്. ഇത് മൂന്നും കൂടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ എടുക്കുക. അപ്പം എന്ന് വെച്ചാൽ ഒരു ഉമ്മാൻ്റെ വയറ്റിൽ ഗർഭത്തെ ആ ശിശു എങ്ങനെ കിടക്കുന്നു അതേപോലെ കുഞ്ഞു മാങ്ങൻ്റെ ഉള്ളിലേക്ക് അണ്ടിയിലേക്ക് പ്രവേശനം നടക്കും. ഇപ്പം മാങ്ങക്കറിൽ നമ്മൾ ആദ്യം നോക്കുന്നത് തന്നെ ഇങ്ങനെ നമുക്ക് വിചാരിക്കാം ചെറിയൊരു കുഞ്ഞ് അണ്ടിയിലേക്ക് കൂടി ഇങ്ങനെ ഉത്ഭവിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സ്റ്റേജ്. ഇത് ഇത്രയും ഡീപ്പായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ സ്റ്റേജിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പാണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത്. അല്ലാതെ മാങ്ങയായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ടോ അങ്ങനെയൊന്നുമല്ല. ആ സ്റ്റേജിൽ ഇത് സ്പ്രേ ചെയ്താൽ പിന്നെ ആ മാങ്ങയിലേക്ക് പുഴു വരില്ല. അത് മാത്രമല്ല, പിന്നെ ഈ മാങ്ങൻ്റെ കണ്ണിക്ക് ഒരു ഫംഗസ് അതിൽ നിന്ന് കടന്നു വന്നിട്ട് ഈ മാങ്ങനെ ഇത് ആവരണം ചെയ്യുന്നു. ഒരു പൂപ്പൽ ഇതിന് വരും. ആ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ ആ മാങ്ങ എന്താണെന്ന് പറഞ്ഞാൽ ആ മാങ്ങ നമ്മൾ മുറിക്കുമ്പോൾ ഹാർഡായിട്ട് ഉണ്ടാവും. നമ്മൾ സാധാരണ ഇല്ല മാങ്ങ പോലെ അതങ്ങനെ നമുക്ക് ഉപയോഗിക്കാനൊന്നും കിട്ടൂല. ആ മാങ്ങയുടെ പോലെ മാറും. അത് വെള്ളീച്ച രോഗം എന്ന് വേണമെങ്കിലും പറയാം. ഈ വെള്ളീച്ച രോഗത്തിനെ അത് ഇല്ലാണ്ടാക്കി ആവരണം ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ വേറെ ഒരു പുഴുക്കളും പ്രാണികളും ഈ മാങ്ങനെ തൊട്ട് കഴിക്കില്ല എന്ന് വെച്ച് ഇത് ഒരു രാസപ്രവർത്തനം നടത്തുന്ന വിചാരിച്ച് ഒരിക്കലുമല്ല. കെമിക്കൽ എഫക്റ്റ് ഇല്ല. ഇത് ഓർഗാനിക്കാണ്, എല്ലാം ഓർഗാനിക്കാണ്. സർട്ടിഫൈഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. ഒരു മിനിറ്റ് ബന്ധാക്കല്ല. നമുക്ക് ഒരു കൃഷിത്തോട്ടം ഉണ്ടെന്ന് വിചാരിച്ചോ. കൃഷിത്തോട്ടത്തിലേക്ക് 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും പച്ചക്കറി, എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൂട്ട ചാണകം വേണം, എത്ര കൂട്ട ബാട്ടി കഷ്ണം വേണം, എത്ര കൂട്ട പിന്നെ കോഴിവെള്ളം വേണം. അത് കൊണ്ടുവന്നിട്ടാൽ ഇന്ന് വലിയ വലിയ വീടാണ്. ഈ വലിയ വലിയ വീട്ടിൽ വന്നിട്ട് അവൻ പറയും നാളിത് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇന്റർലോക്കിൽ ചെയ്തിട്ട് ഭയങ്കര ഗാർഡനെല്ലാക്കി ഇതിനെ കൊണ്ട് ചാണകത്തിൽ നാളിത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഇന്നത്തെ വീട്ടമ്മ പറയല്. ഇന്നത്തെ വീട്ടമ്മ പറയല് ഇങ്ങനെയാണ്. പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ ജനറേഷനാണ് ഈ ന്യൂ ജനറേഷൻ. അപ്പൊ എന്താ സാവിത്രി വിളിക്ക് രേഷ്മനോട് പറയണം ഒരു 10 കൂട്ട വളം വരത്തു. ഓള് പറയും എന്റെ കുഞ്ഞിനും കൊണ്ട് അവിടെ പോകാണ്ട് അവിടെ ചോറിൽ പോകാണ്ട് അതിന് മേടിക്കാൻ സമയമില്ല. പിന്നെ എപ്പോൾ നീ വരും? അന്ന് രമണീനെ വിളിച്ചോ. ഇമാജിൻ ക്രിയേറ്റാണ്. രമണീനെ വിളിച്ചോ. എന്നാ എനിക്ക് ഉറക്കൊടുത്ത പോലെ കുഞ്ഞു പോരാട്ടാ. എനിക്ക് 20 കൂട്ടൊക്കെ കൂട്ടിത്തരണം. അതിപ്പോൾ നീ അങ്ങനെ വളം കൊണ്ട ആ വെള്ളം കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഇമാജിൻ ക്രിയേറ്റാണ്. അതേ ഭാവനയിലാണ്. അതാണ് ആരും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ക്ലാസ്സാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ടാൽ ശരിക്കും ലൈവ് നടക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നിട്ടാൽ നാറ്റം കൂടി സഹിക്കാൻ കഴിയില്ല. നമുക്കൊരു നാറ്റമില്ല. നമുക്ക് ഒരേക്കർ കൃഷി ചെയ്യാൻ ഈ 100 ഗ്രാംസ് മതി. അപ്പം പറയുന്നത് എനിക്കെന്താ ഒരേക്കർ സ്ഥലം ഉണ്ടാ, എനിക്ക് കുറച്ച് പൂന്തോപ്പുണ്ട്, എനിക്ക് ലേശം പച്ചക്കറി കാണണം എന്ന് വെച്ചാലോ ബാരിപ്പൊടിയല്ല. ഇല്ല, വേറെ 3 പേര് എല്ലിങ്ങനത്തോടെ ലേശം വെള്ളത്തിൽ കിടക്കാം, ഉപയോഗിച്ച് കൊടുക്കാം. പൂച്ചെടിക്കും അതേപോലെ തന്നെ ലേശം എടുക്കാം. ഇങ്ങനെ നുള്ളാം നുള്ളിയിട്ട് വെള്ളത്തിൽ ഡെലിറ്റ് ചെയ്യുക, വളം വേണ്ട, വേറെ വളയോ വേണ്ട. പിന്നെ നിങ്ങൾക്ക്